നാലമ്പലത്തിന് പുറത്ത് കൊടിമരം, വലിയ ബലിക്കൽ, പുറത്തെ ബലിവട്ടം, പുറത്തെ പ്രദക്ഷിണ വഴി, കൂത്തമ്പലം, ഉപദേവന്മാർ എന്നിവയാണ്. പുറത്തെ പ്രദക്ഷിണ വഴി ക്ഷേത്രത്തിനുള്ളിൽ കുടികൊള്ളുന്ന ഈശ്വര ചൈതന്യത്തിലേക്കുള്ള എളുപ്പ വഴി കൂടിയാണ് പ്രദക്ഷിണം. പുറത്തെ ബലിവട്ടം എന്നു വിളിക്കുന്ന ശീവേലിപ്പുരയുടെ ഭാഗമാണ് പുറത്തുള്ള പ്രദക്ഷിണ വഴി. ബലിപീഠങ്ങൾക്ക് പുറത്തും ഉപദേവതാ പ്രതിഷ്ഠകൾക്കകത്തുമായാണ് പ്രദക്ഷിണ വഴി സ്ഥിതി ചെയ്യുന്നത്. പ്രധാന ദേവതയുടെ മുന്നിൽ വലതുഭാഗത്താണ് കൂത്തമ്പലം. കേരളീയ വാസ്തുമഹിമയുടെ പ്രതീകമായ കൂത്തമ്പലം മഹാക്ഷേത്രങ്ങളിലും അപൂർവമായി മറ്റു ക്ഷേത്രങ്ങളിലും കണ്ടുവരുന്നു. കൊടിമരം കുണ്ടലിനി ശക്തിയുടെ പ്രതീകമാണ്. ഇതിന്റെ ചുവട് മൂലാധാരമായും അഗ്രം സഹസ്രാരമായും കരുതപ്പെടുന്നു. കൊടിമരത്തിന്റെ മുകളിൽ കാണുന്ന ദേവവാഹനം സഹസ്രാര ചക്രമാണ്. അതാണ് പരമമായ അറിവിന്റെ മണ്ഡലം. കൊടിമരത്തിനു മുകളിലുള്ള വാഹനപ്രതിഷ്ഠയിൽ ദേവത കുടികൊള്ളുന്നതായി വിശ്വസിക്കുന്നതിനാൽ കൊടിമരവും ആരാധ്യവസ്തുവാണ്. ക്ഷേത്രദർശനം തടസ്സപ്പെടുന്ന സന്ദർഭങ്ങളിൽ അകലെ നിന്ന് കൊടിമരം കണ്ടു വണങ്ങിയാലും ഫലസിദ്ധി എന്നാണ് വിശ്വാസം. വലിയ ബലിക്കല്ല്. ശ്രീകോവിലിന്റെ പ്രധാന വാതിലിനു നേരെയാണ് വലിയ ബലിക്കല്ലിന്റെ സ്ഥാനം. ഇത് ശ്രീകോവിലിന്റെ വാസ്തുശില്പഘടനയുടെ പ്രതിരൂപമാണ്. ആധാരശില മുതൽ പീഠം വരെയുള്ള ഭാഗങ്ങൾ വലിയ ബലിക്കല്ലിൽ കാണാം. ദേവതയ്ക്ക് ബലി തൂവുന്ന സ്ഥാനമാണ് ബലിക്കല്ല്. വലിയ ബലിക്കല്ലിന്റെയും പ്രതിഷ്ഠയുടെയും വലിപ്പം ഒരേ അനുപാതത്തിലായിരിക്കും. പുറത്തെ ബലിവട്ടത്തിൽ വലിയ ബലിക്കല്ല് കൂടാതെ 7 ബലിപീഠങ്ങൾ കൂടിയുണ്ട്. ഈ 7 ബലിപീഠങ്ങളും കൊടിമരവും അഷ്ടദിക്പാലകരെയും മുഖ്യദേവതയുടെ ഗണദേവതകളെയും കുറിക്കുന്നു എന്നാണ് വിശ്വാസം. ദേവപ്രശ്നത്തിലൂടെ ഉപദേവന്മാരെ നിർണ്ണയിക്കുന്നതിനുള്ള മാർഗം എന്താണ്? ദേവപ്രശ്നത്തിൽ ദേവെങ്കിൽ ആ ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നതോ ഉണ്ടാവേണ്ടതോ നിലവിലുള്ളതോ ആയ ഉപദേവന്മാരെ ചിന്തിക്കാൻ 4-ാം ഭാവം ഉപദേവാംശ ചതുർത്ഥത ഉണ്ട്. 4-ാം ഭാവം ഭാവാധിപൻ, കാരകൻ, ആ ഭാവവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതായിരിക്കുന്ന മറ്റേതെങ്കിലും ഗ്രഹങ്ങളുണ്ടെങ്കിൽ ആ ഗ്രഹങ്ങൾ അവർക്ക് ജ്യോതിശാസ്ത്രത്തിൽ വിധിച്ചിട്ടുള്ളതായിരിക്കുന്ന പ്രകാരമുള്ളതായിരിക്കുന്ന രൂപകൽപ്പനയോട് കൂടിയിട്ടുള്ള മൂർത്തിഭേദങ്ങൾ ഏതാണോ എന്ന് അന്വേഷിച്ച് അവരെയാണ് അതിൽ നിർണ്ണയിക്കപ്പെടേണ്ടത്. ആ വഴിക്ക് അത് ചിന്തിച്ചു കഴിഞ്ഞാൽ അതിന് ശരിയായിട്ടുള്ളതായ സത്യാവസ്ഥ കിട്ടും. ഒരു ക്ഷേത്രത്തിൽ പുതുതായിട്ട് ആ സാക്ഷാൽ ദേവനുമായി ബന്ധപ്പെട്ട ഉപദേവതകൾ ഉണ്ടെങ്കിൽ അതെന്താണ് അന്വേഷിക്കേണ്ടത്, അതിൻ്റെയൊക്കെ വിധി അതാണ്. അന്തരാളം മുഖം തഥാ സുഖാസനം ഗളം ചൈവ ബാഹുചൈവാർക്കമണ്ഡപം മഹാമണ്ഡപം കുക്ഷിസ്യാത് പ്രാകാരം ജാനുജംഘയോ ഗോപുരം പഞ്ചപ്രാകാരങ്ങളിൽ അവസാനത്തേതാണ് പുറംമതിൽ. ഗോപുരങ്ങളും ഊട്ടുപുരയും പുറംമതിലിന്റെ ഭാഗങ്ങളാണ്. ഇത് ദേവന്റെ സ്ഥൂല ശരീരത്തിലെ കാൽമുട്ടുകളും കണങ്കാലുകളുമാണ്. ഗോപുരം ദേവന്റെ പാദമാണ്. പുറംമതിലിൽ ശ്രീകോവിലിന് അഭിമുഖമായാണ് ഗോപുരത്തിന്റെ സ്ഥാനം. അന്തർമണ്ഡലം മുതൽ ശീവേലിപ്പുര വരെ എല്ലാ പ്രാകാരത്തിലും ഗോപുര നിർമ്മാണം അംഗീകരിച്ചിട്ടുണ്ടെങ്കിലും ക്ഷേത്രഗോപുരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പുറംമതിലിലെ ഗോപുരമാണ്. കേരളീയ വാസ്തുശില്പ മാതൃക പിന്തുടരുന്ന ക്ഷേത്രഗോപുരങ്ങൾ വടക്കൻ കേരളത്തിൽ സർവ്വസാധാരണമാണ്.
പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായ മനുഷ്യ ശരീരത്തിലെ ആത്മചൈതന്യവും പഞ്ചപ്രാതാരങ്ങളാൽ നിർമ്മിതമായ ക്ഷേത്രങ്ങളിലെ ദേവചൈതന്യവും സമന്വയിപ്പിക്കുക എന്നതാണ് ക്ഷേത്രത്തിൻ്റെയും ക്ഷേത്ര ദർശനത്തിൻ്റെയും ഉദ്ദേശം.